ഒരു ലോഗോ വെറുമൊരു അടയാളമോ രൂപമോ അല്ല, മറിച്ച് വിശ്വാസവും പ്രചോദനവും പ്രതീകപ്പെടുത്തുന്ന ഒരു ചിഹ്നമാണ്. ഒരു ബ്രാൻഡ് നെയിം പോലും ചേർക്കാതെ കേവലം ഒരു ടിക്ക് മാർക്ക് കൊണ്ട് ലോക ജനതയുടെ മനസ്സ് കീഴടക്കിയ ഒരു ബ്രാൻഡ്. ലോഗോ മാത്രം മതി ബ്രാൻഡ് മനസ്സിലാക്കാൻ. അത്രയും ശക്തമായ ലോഗോ പൊസിഷനിങ്, ഒരു വളഞ്ഞ വര, ആ വരയിൽ നിന്ന് തന്നെ ബ്രാൻഡ് നെയിം ജനമനസ്സുകളിലേക്ക് നിറയുന്നു. ഭാഷയോ ദേശമോ വിദ്യാഭ്യാസമോ തടസ്സമില്ലാതെ ആർക്കും മനസ്സിലാക്കാൻ പറ്റാവുന്ന ഒരു ബ്രാൻഡ്, അതാണ് നൈക്കി. വർഷം 1962. ഫിൽ നൈറ്റ് എന്ന ചെറുപ്പക്കാരൻ അമേരിക്കയിലെ സ്റ്റാൻഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്നും MBA പഠനം പൂർത്തിയാക്കി എന്തെങ്കിലും വ്യത്യസ്തമായി ചെയ്യണം എന്ന ആഗ്രഹത്തോടെ ഇറങ്ങുന്നു. ഏതെങ്കിലും ഒരു കമ്പനിയിൽ ജോലി ചെയ്യുന്നതിനുള്ള താല്പര്യം ഫിൽ നൈറ്റിന് ഉണ്ടായിരുന്നില്ല. ഒരു പുതിയ സംരംഭം തുടങ്ങുക എന്ന അതിതീവ്രമായ ആഗ്രഹത്തിന്റെ കനൽ ഉള്ളിലെരിയുമ്പോഴും ആ ആഗ്രഹത്തിന് മാറ്റുകൂട്ടാൻ ആകെ കൈമുതലായി ഉണ്ടായിരുന്നത് ശക്തമായ ഒരു ബിസിനസ് ആശയം തന്നെയായിരുന്നു. പഠനകാലത്ത് തന്നെ സ്പോർട്സിൽ തൽപരനായിരുന്ന ഫിൽ നൈറ്റ് തന്റെ അവസാന വർഷ തീസിസ് ചെയ്തിരുന്നത് എങ്ങനെയാണ് ജാപ്പനീസ് ക്യാമറകൾ ജർമ്മൻ നിർമ്മിത ക്യാമറകളെ പിന്തള്ളി മുന്നോട്ട് വന്നു എന്നതായിരുന്നു. ഈ സന്ദർഭത്തിലാണ് ഫിൽ നൈറ്റിന്റെ ഉള്ളിൽ പുതിയ ആശയത്തിന് എഴുതുന്നത്. എന്തുകൊണ്ട് സ്പോർട്സ് ഷൂസിന്റെ കാര്യത്തിലും ഇതേ പ്രതിഭാസം ഉണ്ടായിക്കൂടാ? ആ കാലഘട്ടത്തിൽ ജാപ്പനീസ് ബ്രാൻഡുകൾ ഗുണമേന്മയിലും താരതമ്യേന വിലക്കുറവിലും ലോകശ്രദ്ധ പിടിച്ചുപറ്റിയിരുന്നു. എന്നാൽ ജീവിതത്തിൽ ഒരിക്കൽ മാത്രം ജാപ്പനീസ് ഷൂസ് കണ്ടിട്ടുള്ള ഫിൽ നൈറ്റിന് മുന്നിൽ നിരവധി ചോദ്യചിഹ്നങ്ങൾ ബാക്കിയായിരുന്നു. എന്നാൽ ഇതൊന്നും ഫലം കാണാതെ ഫിൽ നൈറ്റ് അമേരിക്കയിലെ പ്രസിദ്ധനായ തന്റെ കോച്ച് ബിൽ ബോവർമാനെ സമീപിക്കുകയായിരുന്നു. ടൈഗർ ഷൂസ് പരീക്ഷിച്ച ബോവർമാൻ ഫിൽ നൈറ്റിന് ബിസിനസ് പങ്കാളിയാകുവാൻ തീരുമാനിച്ചു. അങ്ങനെ 1962 ഇരുവരും ഒത്തുചേർന്ന് ബ്ലൂ റിബൺ സ്പോർട്സ് എന്ന കമ്പനി ഔദ്യോഗികമായി ആരംഭിക്കുകയും ഒനിറ്റ്സ്ക്വ ടൈഗർ എന്ന സ്പോർട്സ് ഷൂ കമ്പനിയുടെ 1972 വരെയുള്ള ഏക വിതരണക്കാരായി മാറുകയും ചെയ്തു. ആദ്യ വർഷം തന്നെ 1300 ഷൂസ് വിറ്റഴിക്കുകയും $4000 ലാഭമുണ്ടാക്കുകയും ചെയ്തു. ഫിൽ നൈറ്റ് ബിസിനസ്സിൽ ശ്രദ്ധ ചെലുത്തുമ്പോൾ ബോവർമാൻ ഷൂസിന്റെ രൂപഘടന മെച്ചപ്പെടുത്തുവാനുള്ള പരിശ്രമത്തിലായിരുന്നു. അങ്ങനെ കോർട്ടെക്സ് മോഡൽ ഷൂസിന് ജീവൻ നൽകുകയും ഇത് മാർക്കറ്റ് കീഴടക്കുകയും ചെയ്തു. 1968 ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെട്ട മോഡലായി ഇത് മാറി. എന്നാൽ വിറ്റഴിക്കുന്ന വേഗത്തിൽ സ്റ്റോക്ക് ലഭിക്കാതെ ആയത് വലിയ പ്രതിസന്ധിക്ക് കാരണമായി. അങ്ങനെ ബ്ലൂ റിബൺ സ്പോർട്ട് എന്ന കമ്പനിക്ക് പുതിയ രൂപവും ഭാവവും നൽകാൻ ഫിൽ നൈറ്റ് തീരുമാനിച്ചു. അങ്ങനെയാണ് വിജയത്തിന്റെ അടയാളമായ ഗ്രീക്ക് ദേവതയുടെ പേരായ നൈക്കി എന്ന പേരിലേക്ക് ഫിൽ നൈറ്റ് എത്തുന്നത്. 1984 ബാസ്കറ്റ്ബോൾ പ്ലെയറായ മൈക്കിൾ ജോർദാനുമായി നൈക്കി കരാർ ഒപ്പിടുന്നു. പിന്നീട് എയർ ജോർദാൻ ലൈറ്റ് മോഡൽ പുറത്തിറങ്ങി. അങ്ങനെ 1986 കൂടി നൈക്കിയുടെ വിൽപ്പന $100 കോടി കടന്നു. 1990 ജസ്റ്റ് ഡു ഇറ്റ് എന്ന ഐക്കോണിക് ടാഗ് ലൈൻ പിറന്നു. പിന്നീട് കണ്ടത് നൈക്കിയുടെ കുതിപ്പ്, ലോകമാകെ പടരുന്ന നൈക്കി എന്ന ലഹരി. 1980കളിൽ അഡിഡാസ് എന്ന ഭീമൻ കമ്പനിക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ പാടുപെട്ട നൈക്കി 2010 കൂടി അഡിഡാസിനെ പിന്നിലാക്കി ലോക മാർക്കറ്റ് കൈക്കലാക്കി. പൂമ ഉൾപ്പെടെയുള്ള എതിരാളികൾ നൈക്കിക്ക് മുന്നിൽ ചുരുങ്ങിപ്പോയി. അങ്ങനെ കാറിന്റെ ഡിക്കിയിൽ ഷൂ കച്ചവടം തുടങ്ങിയവർ സ്പോർട്സ് വെയർ മാർക്കറ്റിൽ രാജാക്കന്മാരായി. ഇന്ന് ലോകത്തിന്റെ നെറുകെ നിൽക്കുമ്പോൾ, ജനഹൃദയങ്ങളിലേക്ക് ആഴത്തിൽ വേരാത്തുമ്പോൾ, നൈക്കി നമ്മൾ ഓരോരുത്തരോടും നിശബ്ദമായി പറയുന്നു: ഓരോ ശ്രമവും ഒരു കഥയാണ്, ഓരോ വിജയവും ചരിത്രത്തിലെ അടയാളമാണ്. നൈക്കി, ജസ്റ്റ് ഡു ഇറ്റ്.